വെൽക്കം ബാക്ക് ടു our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെ ഗയ്സ്, ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. സല്ലുവിന്റെ കുരുട്ടുബുദ്ധി. അതെ, വേറൊരു ചാലഞ്ച് ആണ്. അതെ, കാര്യം ഇതിനു മുന്നേ നമ്മുടെ ഡ്രോയിങ് ചാലഞ്ച് സല്ലു കൊണ്ടുവന്ന സമയത്ത് സല്ലുവിന് തോന്നി എന്തുകൊണ്ട് ഈ ഡ്രോ ചെയ്തിട്ട് സാധനങ്ങൾ ഇവർക്ക് എനിക്ക് വാങ്ങിച്ചു തന്നൂടാ. സാധാരണ ഞങ്ങൾക്കാണല്ലോ സാധനങ്ങൾ മൊത്തം ചാലഞ്ചിന് കിട്ടാറ്. കുറെ ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടി കൊതിച്ച് കാക്ക തോന്നിയതാണ് ഗൈസ് ഈ ഒരു ചാലഞ്ച്. ഈ സാധനം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സാധനക്കാർക്ക് വാങ്ങിക്കൊടുക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള ചാലഞ്ച്. സല്ലു ചാലഞ്ച് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഓരോ റൗണ്ട് 7 മിനിറ്റ് സമയം ഉണ്ടാവും. ഞാനൊരു പിക്ചർ നിങ്ങളെ മുന്നിൽ കൊണ്ടുവയ്ക്കും. ആ പിക്ചർ നിങ്ങൾ 7 മിനിറ്റിനുള്ളിൽ കറക്റ്റ് ആയിട്ട് വരച്ച് കളർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ഡ്രോയിങ് ചാലഞ്ചിന് റിയൽ സാധനം കൊണ്ടുവച്ചിട്ടായിരുന്നു വരയ്ക്കാൻ. ഇപ്പൊ പിക്ചർ ആക്കി ഇന്നാലല്ലോ ഒരു സാധനം കിട്ടുള്ളൂ. അതാണ് സാധനം നിങ്ങൾ വരച്ച് 7 മിനിറ്റിനുള്ളിൽ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ സാധനം നിങ്ങൾ വാങ്ങിച്ചേണ്ടി വരും. ആരെങ്കിലും ഒരാൾ നല്ല വൃത്തിക്ക് വരച്ചാൽ മതിയോ? പറ്റില്ല, എല്ലാരും വരയ്ക്കണം. അതായത് ശ്രീ മാത്രം വരച്ചിട്ടില്ലെങ്കിൽ ശ്രീ മാത്രം അങ്ങനെ. അപ്പൊ എന്താണെങ്കിലും മൂന്നാളെ കൊളാക്കി വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൂന്നാളും ചെയ്ത് വാങ്ങിച്ചിരുന്നോ? അത് കുറച്ച് കടന്നവയായിപ്പോയി. അതായത് ഞാൻ ആ തന്ന പിക്ചറിലുള്ള അതേപോലെ തന്നെ വരയ്ക്കണം, അതേപോലെ തന്നെ കളർ ചെയ്യണം. മനസ്സിലായില്ലേ? കളർ ഇവിടെ ഉണ്ടെങ്കിലോ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചില്ലെങ്കിൽ എനിക്ക് ആ സാധനം തരേണ്ടി വരും. ഇപ്പൊ ആ റൗണ്ടിൽ കാണിക്കുന്ന പിക്ചർ 3 പേരും തെറ്റിച്ച് വരയ്ക്കുകയാണെങ്കിൽ അല്ല 3 പേരും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് അത് 3 വായിച്ചു. ഞാൻ റൈസ് എടുത്ത് വരയ്ക്കും. റൈസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ വരയ്ക്കും. ഈ അപ്പൂപ്പനൊപ്പം ഞങ്ങൾ വരയ്ക്കണം. അത് KFC ബക്കറ്റ് ആണ്. 3 ബക്കറ്റാ. അത്രയും കഴിക്കാൻ പാടില്ല. അൺഹെൽത്തി ഫെല്ലോ ആയി പോയി. നടക്കൂല, ഞങ്ങൾക്ക് അതിന് തീരെ താല്പര്യമില്ല. അതെ, അതന്നെ. അപ്പൊ ഞങ്ങള് ശരി, എത്ര 7 മിനിറ്റ് അല്ലേ ടൈമർ ഒക്കെ? 2 1 സ്റ്റാർട്ട്. എല്ലാരും വലിയ കോൺഫിഡൻസോട് കൂടി വരയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആദ്യം ഇവൻ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ളത് എനിക്ക് ഇവൻ ഇതിന് ശേഷം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്റെ പേടി അതാ. ഈ ആള് മുഖമൊക്കെ എങ്ങനെയാ വരയ്ക്കുക? അയാൾക്ക് മുഖം ടൈ മാത്രം വരയ്ക്കാൻ പറ്റും, എനിക്കതാ തോന്നുന്നത്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ബക്കറ്റ് വേണം എനിക്ക് വാങ്ങിച്ചത്. അങ്ങനെയൊന്നും ഇല്ല, സെയിം ബക്കറ്റ് തന്നെ വാങ്ങിത്തരും. ഇപ്പൊ ഇപ്പോഴേ ആൾക്ക് ബക്കറ്റ് കിട്ടുന്നുള്ള കോൺഫിഡൻസിലാ. അപ്പൊ അത്രയും ഞങ്ങളെ വരയിൽ എനിക്ക് ഒരു തരത്തിലുള്ള അതെ. അല്ല, 7 മിനിറ്റ് സമയമല്ലേ ഉള്ളൂ. ഇപ്പോഴേ 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞോ? KFC എഴുതി ഗൈസ്. ഇനി പഴയ ഫ്രണ്ട് ഉണ്ട് നോന്റെ മാതിരി തോന്നി. ഞാൻ വരയ്ക്കുന്നത് ഇയാളുടെ ബാല്യകാല രൂപമാണ്. 5 മിനിറ്റ് ബാക്കിയുള്ളേ. 2 മിനിറ്റ് കഴിയാറായി. ഇതെന്താ കളറും ചെയ്യണം ഇതിന്റെ ഇടയിൽ കൂടെ? ചെയ്യണം. ഇതെന്താ ഒന്ന് വരച്ചോന്ന് പറഞ്ഞു. ബ്ലാക്ക് ഇതിലെ വേണം എനിക്കറിയാൻ പാടില്ല. ഒന്ന് കൈയെടുത്ത് മാറ്റോ, ഞാനിത് എങ്ങനെയൊന്ന് വരയ്ക്കട്ടെ. എനിക്ക് 3 ബക്കറ്റ് കിട്ടുന്ന തോന്നുന്നത്. എന്നെ കൊരങ്ങാൻകുട്ടി ഇപ്പൊ പ്രശ്നമുണ്ടോ? ഇതാരത്? മൂക്കിന് 4 മിനിറ്റ് ബാക്കി. ഇവരെ എവിടെ എത്തിയിട്ടില്ല. ഇത് പിന്നെ സാധനങ്ങൾ കിട്ടാനായിട്ട് വെച്ചൊരു ചാലഞ്ചാ. 3 പേരും തോൽവിയുടെ പക്കത്താണ്. അതൊക്കെ വെറുതെ വിചാരിക്കേ. പക്കത്തുനിന്ന് ഞങ്ങൾ തിരിച്ച് വഴുതി ഇങ്ങോട്ട് വരുന്നൊരു വെത്തുണ്ട്. ഇതിനിപ്പുറത്ത് വീഴും. ഇതിപ്പോ എന്റെ പഴയ സാറായി പോയല്ലോ. ഞാനെന്താ വരയ്ക്കുന്നു? ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ ആളെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത റെഡ് കളർ പക്കനല്ല വേണ്ട, ഞാൻ വാങ്ങി തരും. ഞാൻ വാങ്ങി തരും എനിക്ക്. ഞാൻ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഗൈസ്, തയ്യാറില്ല. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് 35 സെക്കൻഡ്. 2 മിനിറ്റില് സ്ക്രീനിന്റെ അടുത്ത് ബക്കറ്റ് കിട്ടുന്ന ഉറപ്പായി. ഞാനും തരും എനിക്ക്. ഞാനൊരു ആഗ്രഹം പറഞ്ഞിട്ട് ഇനി ഞാൻ തരാത്ത 7 മിനിറ്റ് വളരെ കുറവാണ്. ഇത് ശരിയാവില്ല, ശരിയാവില്ല. എന്തായാലും തരണോ? ഒരു ഫുള്ള് ബക്കറ്റ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ 7 മിനിറ്റ് കൊണ്ട് വരയ്ക്കാം? അല്ലത്തിന് ഞങ്ങൾ സ്ലോ ആയിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്.
പെട്ടെന്ന് വരച്ചേ. ലാസ്റ്റ് 2 minutes. 2 minutes ഓ? 1 മിനിറ്റും 46 സെക്കൻഡും ബാക്കി. സോറി ഷാമീൻ. എന്താ കുഴപ്പമില്ല. എന്താന്ന് നോക്കി. റെഡ് കിട്ടിയില്ലേ? ഓറഞ്ചാ. റെഡ് ദാ. എങ്ങനെ നോക്കിയാലും ഇന്റെ പോക്കറ്റിൽ നിന്ന് ഒരു KFC പോകുന്നു വിചാരിക്കാൻ എനിക്ക് മറ്റേ സാധനം വേണ്ടത്. ഏതാണ്? കിട്ടി. ലാസ്റ്റ് 50 seconds. ബ്ലാക്ക് ഏതാ? ഓരോ ചിക്കൻ ഓരോ കളറാണല്ലോ. ആ കോഴി ഫ്രൈ ആയപ്പോ ഡീപ് ഫ്രൈ തെറ്റിപ്പോയി. അതെ, അങ്ങനെ ഇപ്പൊ വിചാരിച്ചാ മതി. ലാസ്റ്റ് 10 seconds. ഓ, എന്താ സന്തോഷം. 3, 2, 1. ഓരോരുത്തരും വരച്ച KFC ബക്കറ്റ് നോക്കട്ടെ. ഞാൻ വരച്ചത് ഇതാണ് guys. അത് ഇപ്പുറത്തെ മറ്റേ തന്തൂരിമയല്ലേ? അതെ അതാ. ഞാൻ വരച്ചത് ഇതാണ് guys. ദാ, ഇതിലെനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഏകദേശം ഇതാ. ശരിയാ. വാ. ല്ലേ? ആ, ഉണ്ട്. അതുണ്ട്. ഇത് പാര. ഇത് അവിടുത്തെ മറ്റേ ഇയാളാട്ടോ. അതെ ചൈനത്തെ, അല്ലാണ്ട് ഇപ്പൊ ഇവിടുത്തെ ഒന്നല്ല. ശരിക്കും CFC ആണ്. അത് ചൈനീസ് ഫ്രൈഡ് ചിക്കൻ ആണ്. ചെറുതായിട്ട് കുഴപ്പമില്ല. ഒരു പ്രാവശ്യം അവിടെ റെഡി ആയി വെച്ചിട്ട് ഞാൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത് മൊത്തം കൊളായിട്ടോ. എനിക്ക് ഈ മുഖം സ്റ്റൈൽ അതിനും വേണ്ടി നോക്ക്. എവിടുന്നോ പറന്ന് വന്നൊരു മാർക്കർ ഇവിടെ തട്ടിയിട്ട് ആ കണ്ണ് കൊളാവും ചെയ്തു. 5 ബ്ലാക്ക് അല്ല എടുത്തത്. അല്ല ഞാൻ അതിന് black ഇത് ഞാൻ എടുത്തത് ആഷ് കളർ അതേപോലെ തന്നെ ഉണ്ട്. ഉണ്ടാക്കാനായിപ്പോ. പക്ഷെ ഇതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടെ വർക്ക് ചെയ്തിരുന്ന എനിക്ക് കറക്റ്റ് ആക്കി എടുക്കരുത് അല്ലേ? ബാക്കി ഫിനിഷ് ചെയ്തില്ല. ബാക്കി ഫിനിഷ് ചെയ്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവർ രണ്ടാൾക്കാർ KFC പ്രാവശ്യമായി തരാം. ഞാൻ വാങ്ങി തരേണ്ട ആവശ്യമില്ല. ഇത് മിസ്റ്റർ ഗോപകുമാർ. കുറച്ച് young ആയി പോയെന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ശരി, ഞാൻ പറഞ്ഞുതരാം. ഇയാളുടെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു മുഖമാണിത്. കുറച്ച് ഏജ് ആയിട്ടുള്ള മുഖം ഇത്. ഒരു കൺട്രിയിൽ ജനിച്ചു. അതെ, ചേട്ടൻ. അതെ അതാ സംഭവം. ഓക്കെ, അപ്പൊ ഈ വരച്ചതില് കുറച്ചെങ്കിലും അടുത്ത് വന്നത് ഷാമിന്റെതാണ്. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് ഓറഞ്ച് ആയി പോയിന്ന് കേട്ടു. ചിക്കൻ ക്രിസ്പി ഒന്നല്ല കേട്ടോ. ഇത് ഭയങ്കര സോക്കി ആയിട്ടുള്ള. വരയ്ക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. കോമിക്കായിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അല്ലല്ല, നല്ല പൊരിഞ്ഞു വന്നത് ഗോൾഡൻ കളറുള്ള ശരിക്കും ഉണ്ടാവുക KFC. അതങ്ങനെയാണ്. 5ന്റെ പിന്നെ ആ പിക്ചർ കുറച്ച് ഒന്ന് ഇതായിപ്പോയി. ഏതായത് നമ്മുടെ ഫൗണ്ടർ മുഖം ചൈനീസ് ആയിപ്പോയി. പിന്നെ ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഫിനിഷ് ആയിട്ടില്ല. അപ്പം ശ്രീയും 5 എനിക്ക് KFC ബക്കറ്റ് വാങ്ങിച്ചു. രണ്ട് സെപ്പറേറ്റ്. ഞാൻ 2 മകന് മൊത്തം തിന്നോ? ഇല്ലല്ലോ. തിന്നാത്ത വേറെ, പക്ഷെ അത് വാങ്ങിച്ചിരുന്നു. ഓക്കെ, വാങ്ങിച്ചു കൊടുക്കാം. ലാസ്റ്റ് വാങ്ങിച്ചാൽ മതി. ഇനി വരാണ്ടല്ലോ. അങ്ങനെ guys, നമ്മളിത് next round-ലേക്ക് കടക്കാണ്. ഷാമി ഭയങ്കര ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ റൗണ്ടിൽ ഓള് കഴിച്ചില്ലേ, ഞാൻ 5 പെട്ടത്. അതെ ഈ round-ൽ ഇപ്പൊ 20 അറിയില്ലല്ലോ. പറയാൻ പറ്റില്ല. സിമ്പിൾ സംഭവം. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോയ് കാർ. ആ ടോയ് കാർ അത് കണ്ട ടോയ് കാറല്ല, അല്ലാണ്ട് ഒറിജിനൽ കാറൊന്നുമില്ല. ടോയ്ക്കാരൊക്കെ വേണ്ടി RC കാർ വാങ്ങിച്ചാൽ മതി. ഈ റൗണ്ടിലേക്കാർക്ക് വേണ്ടിട്ട് ഞങ്ങൾ RC കാറാണ് ഗൈസ് വരയ്ക്കേണ്ടത്. കാർ വരച്ചിട്ടില്ലെങ്കിൽ എനിക്ക് RC കാർ വാങ്ങിച്ചാൽ. ഇത് കുഴപ്പമില്ല, വരയ്ക്കാൻ പറ്റുമോന്ന് അറിയില്ല. കുറച്ച് സമയം എടുക്കും. 7 മിനിറ്റ് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് തരാൻ ഞാൻ. പിന്നെ 3, 2, 1 സ്റ്റാർട്ട്. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ഫോണ്ടാട്ടോ വരയ്ക്കുന്നത്. ഇനിയിപ്പോ ഒന്ന് പെൻസിൽ വരച്ചിട്ട് ഔട്ട്ലൈൻ ഒന്നും കൊടുക്കാൻ എനിക്ക് വയ്യ. അയ്യോ, ശരിയാണല്ലോ. എന്നാ ഞാനും അങ്ങനെ ചെയ്യട്ടെ. ഞാനിവിടെ പെൻസിലോണ്ട് തന്നെ പണി തുടങ്ങി ഗൈസ്. കുറച്ചും കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇപ്രാവശ്യം മൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇതെന്താ ഇതിങ്ങനെയല്ല ഗൈസ്. മെല്ലെ ഗൈസ്, ഞാനിത് അവിടെ പണി തുടങ്ങി. കാറിന്റെ ഔട്ട്ലൈൻ മെല്ലെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും കാറിന്റെ ഔട്ട്ലൈൻ ഇതേ മെല്ലെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെവി പോലൊരു സാധനം ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് കുറച്ച് ശ്രദ്ധിച്ചു, അതുകൊണ്ട് എനിക്ക് കുറെ സമയം പോയി. ഏകദേശം ആ ഒരു കാറിന്റെ ഷേപ്പായി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഞാനിവിടെ ഇതിന്റെ മിറർ വരച്ചുകൊണ്ടിരിക്കുക ഗൈസ്. എനിക്ക്
ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. 5 മിനിറ്റും 39 സെക്കൻഡും ബാക്കി. 5 മിനിറ്റ് ഉള്ളൂ. സമയമൊക്കെ എന്ത് ഫാസ്റ്റിലാണ് പോണത്. എന്റെ വ്യത്യാസങ്ങളുണ്ട് ഈ കണ്ടുപിടിക്കൂലേ? അത് ഞാൻ സൂക്ഷിച്ചു നോക്കും. ഓ തീർച്ചയായും സൂക്ഷിച്ച് നോക്കിയാലൊന്നും കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോഴേ നോക്കണ്ട, ഞാൻ ടയറുകളിലാണ് ഗൈസ്. ഞാൻ ഏകദേശം വരച്ചിങ്ങനെ കയ്യാനായിട്ടുണ്ട്. ഏകദേശം ഞാനിത് ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടോ. ഹായ് അത് കൊള്ളാം. കൊള്ളാം, പക്ഷേ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. വരച്ച് കഴിഞ്ഞു തോന്നുന്നു. ഇനി കളർ ഇട്ടിട്ട് ഓറഞ്ച് ഗ്രീൻ. താങ്ക് യു 4 മിനിറ്റ് ബാക്കി. തവണ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഗൈസ് വരയ്ക്കുന്നത്. അതെ ഇപ്രാവശ്യം ആർസിക്കാരൊന്നും വാങ്ങി തരാൻ പറ്റില്ല. ആർസിക്കാരൻ എന്തായാലും 1000-2000 ഉണ്ടാവും. ഉറപ്പാണ്. എത്ര ടൈം ബാക്കിയുണ്ട്? 3 മിനിറ്റും 42 സെക്കൻഡും ബാക്കി. 3 മിനിറ്റ് 40 ആരും വരയ്ക്കുന്നതിലേക്കൊന്നും നോക്കാൻ പറ്റിയില്ല. ഈ റൗണ്ടിൽ എനിക്ക് എത്ര RC കാർ കിട്ടും? എത്ര ആർസിക്കാരെ കണ്ടത്? ഇനി ഒരു പ്രശ്നമുണ്ട്. ഈ സ്കെച്ച് കൊണ്ട് വരച്ചു കഴിഞ്ഞാല് പിന്നെ കളർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കളർ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പരന്നു പോകും. മുന്നേ പറയായിരുന്നു. സ്കെച്ച് കൊണ്ട് വരയ്ക്കുന്നത്. അതെ 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 അതെ. വാവ്. Last 3 minutes. 3 minutes ആ. ഇത് കഴിഞ്ഞ തരൂലടാ ആർസിക്കാരായി തരൂല. സിനിമാടാനൊക്കെ ആലോചിച്ചു തുറക്കൂലടാന്നറിയില്ലേ? ഞാനിവിടെ കളറിങ്ങിലാണ് ഗൈസ്. ഇപ്പൊ സമയം എത്ര ഉണ്ട്? 2 മിനിറ്റും 35 സെക്കൻഡും ബാക്കി. കഴിച്ച് ഞാൻ ചെറുതാകുന്ന സമയത്ത് ഒരു വർഷക്കാരനെ ഓടാകുന്നു വിളിച്ചിട്ടു. എന്നിട്ട് കാക്ക അറിഞ്ഞില്ല. ഞാൻ ചെറുതാകുന്ന സമയത്ത് ഞാൻ ഒരു റൂമിൽ കടന്നു. എന്നോട് പറഞ്ഞു എണീറ്റ് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കുന്ന പറഞ്ഞു. അപ്പൊ ചൂടായി. അപ്പൊ ഇന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് ചൂടായി. അപ്പൊ ഞാൻ ഓടാകുന്നു പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാൻ പറയാ പോടാവിടുന്നല്ലേ പറഞ്ഞത്. ആ പോവാന്നാ പറഞ്ഞത്. ഇതിപ്പോ RC കാർ കിട്ടും തോന്നില്ല ഗൈസ്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? ഇതല്ല സാധനം. എന്നെ മറ്റേ സ്കെച്ചാണ്. ഇതൊന്നും തരോ? ഇതാണോ ഇനി? അതോ അല്ല. ഇനി എത്ര ഉണ്ട്? 1.5 മിനിറ്റ് കൂടെ ബാക്കി. എല്ലാരും ഒറ്റ കളറാ കൊടുക്കുന്നുണ്ടോ? ഞാൻ പിന്നെ എന്തിനാ ഡബിൾ ഷെയ്ഡ് ഒക്കെ കൊടുക്കുന്നത്? ആരോ എടുത്തൊരു സ്കെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് ആയി. അത് 5 ചെയ്യാൻ തോന്നി. എനിക്ക് വേണ്ടത് നല്ല കളറായിരുന്നു. താങ്ക് യു. Last 1 minute. ലാസ്റ്റ് 1 മിനിറ്റോ? ഇതിൽ എനിക്ക് RC കാർ കിട്ടും തോന്നുന്നുണ്ട് ഗൈസ്. 40 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ടോ? ഇന്നലെ റൗണ്ടിൽ കുറച്ച് സ്ലോ ആയിരുന്നു. അത് ഞങ്ങള് നീറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ലേ. ഒരു കറുപ്പ് വരൂ, കറുപ്പ് വരൂ. ഓ, കറുപ്പ് കറുപ്പ് കറുപ്പ്. എവിടൊക്കെയോ ഉണ്ട് സാധനങ്ങള്. താങ്ക് യു താങ്ക് യു. Last 18, 17. കറുപ്പ് ഉറക്കാവുന്നില്ലല്ലോ. ഒന്നും മര്യാദക്ക് കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തൂടെ ഇതൊക്കെ? ഇത് ഇത് രണ്ടും ഇങ്ങനെയാണുള്ളത്. ഞാൻ കളേഴ്സ് ഒക്കെ നോക്ക്. സെയിം ഷെയ്ഡ്സാ. പിന്നെ ടയറിന്റെ ആ ഒരു ഇത് മാറുന്നുള്ളൂ. പിന്നെ അടുത്തത് ഇങ്ങനെയാണുള്ളത്. എന്റെ കളേഴ്സിന് വലിയ വ്യത്യാസങ്ങളുണ്ട്. എനിക്കത് കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഇന്റേത് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. ഇത് വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും. ഇനി നിങ്ങൾ പറ എന്താ ഇതിന്റെ അവസ്ഥ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 3 പേരും ഏകദേശം കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. വാങ്ങിത്തരത്തല്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഒരേപോലെ ഉണ്ടോ ഏകദേശം? അതെ. നോക്കൂ. ഞങ്ങളെ 3 തലയിൽ വന്ന വെയിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇത് ഒറിജിനൽ കൈ കിട്ടിയ കളറും. ഞാൻ കളർ വരെ അവിടെ സെയിം ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇതൊക്കെ ഞാൻ കളർ നോക്ക്. കളറൊക്കെ അതെ അതെ അതെ.
3 പേരും ഏകദേശം ഓക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷയിലും നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടിലേക്ക് ആർസിക്കാതെ വരണം. കാര്യം KFC തന്നേന്ന് തന്നെ നമുക്ക് ശീലായി. ഇനിയിപ്പൊ പിന്നെ ആർസിക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബലിയാവും. പക്ഷെ ഞാൻ വരച്ചുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇതിനെന്തായാലും നമുക്ക് ഞങ്ങൾ നന്നായിട്ട് വരച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് 7 മിനിറ്റില് നല്ല വൃത്തിക്ക് വരച്ചു. നല്ല വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാടത്തിനുള്ളിടുക. സല്ലുടായി സല്ലുകളുണ്ടല്ലേ. ഒരു ആർസിക്കാർ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാന്ന് തോന്നുന്നു ഇത് വെച്ചത്. അതാണ് ഇത് തന്നപ്പോ തന്നെ ആർസിക്കാർ. വേറൊരു സാധനം ശ്രദ്ധിച്ചോ? ഫസ്റ്റ് ഫുഡ്, പിന്നെ കാറ്, ഇനി പടുത്തത് ഇതിനെക്കാട്ടി വലുതുമല്ലോ ചാൻസ്. അതെ അതെ. ഇപ്പൊ ഇങ്ങനെ കയറി കയറി പോവാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും PS5 ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതന്നെ വലിയ ഉപകാരം. സാധനം കണ്ടിട്ട് പറയാം. അങ്ങനെ guys, നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കണേ. അതെ. റൗണ്ട് ഞാൻ കഴിച്ചില്ല. അതെ, ഒരു റൗണ്ടിൽ ഞങ്ങൾ കഴിച്ചില്ല. ഒരു റൗണ്ടിൽ ഞങ്ങൾ പെട്ടു. ഇതെങ്ങനെ പഠിച്ചു? അയ്യോ, ഇതിൽ കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ 7 മിനിറ്റ് പോരട്ടെ. ഇതുപോലെ തന്നെ വരയ്ക്കാൻ ഇഷ്ടം പോലെ. ഏകദേശം മാമിക്കായി വരച്ചാൽ മതി. മതി, ഏകദേശം കോമി. അല്ലാണ്ട് ഈ എത്ര തക്കാളി ഉണ്ടെന്നൊക്കെ ഉണ്ടോ? 4 5. തക്കാളിക്ക് വരയ്ക്കാലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, തുടങ്ങാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിന് നമ്മൾ വട്ടായതുകൊണ്ട് തന്നെ ഫസ്റ്റ് വട്ടം വെച്ചാല് ശരിയാവില്ല. അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കാം. 3, 2, 1 സ്റ്റാർട്ട്. നമുക്ക് എവിടെ ആലോചിച്ച് നിൽക്കാനുള്ള ഒരു സമയമല്ലേ ഗൈസ്, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ വട്ടം വരഞ്ഞു കഴിഞ്ഞു. ഞാനിതാ വട്ടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ലാർജ് പിസയാണേ. ലാർജ് വാങ്ങിത്തരാ പോരെ? അല്ല, വാങ്ങിത്തരേണ്ടി വരുന്നത്, പക്ഷെ വന്നാൽ ഇതാണല്ലേ. അതാണ് ലാമിന്റെ പിസ എന്ന് എടുത്തു പറഞ്ഞു കേട്ടോ കാക്ക. ലാമിന്റെ പിസ ഒരു മിനിറ്റ് ഇപ്പോഴേ കഴിഞ്ഞിട്ടാ. സൺഡേ ഈ അത് വേഗം ഫാസ്റ്റ് ആക്കി വെക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു പെട്ടെന്ന്. എന്ത് പറ്റി? ഞാൻ പിസ വാങ്ങി കൊടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. എല്ലാം 3 പിസ തന്നിട്ട് വന്നുള്ള അവസ്ഥയെ പറ്റിയിട്ടാ ഞാൻ ആലോചിക്കുന്നത്. എന്നെ സഹായിച്ചെടുക്കാം, പ്രശ്നമില്ല. തന്നല്ലേ അത് അതെ, ഒപ്പം തരും. ഇതില് ഷാമിന്റെ അടുത്ത് എനിക്ക് പിസ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ പറയാനായിട്ടില്ല. 2 മിനിറ്റ് കഴിയാറായി. 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു വട്ട വരച്ചു കഴിഞ്ഞാൽ അതറിയോ? പ്ലേറ്റ് ഒക്കെ വേണോ? 5 തക്കാളി വരച്ചു കൊടുക്കി ഗൈസ്. തക്കാളിയൊക്കെ വരച്ചു. തക്കാളിയിലാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എണ്ണിട്ടാ വരയ്ക്കുന്നത്. ഈ ലാസ്റ്റ് തക്കാളി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസി തരം തന്നെ നടക്കില്ല. 1 2 3 4 5 6 സ്ലൈസേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് മീഡിയം ആണ്. 7 സ്ലൈസ് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഏകദേശം തക്കാളി വരച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് കടക്കാൻ പോകുന്നത് ഇലയിലേക്കാണ്. അതിലുള്ള എന്റെ ഇല. ഞാൻ ഇലയും തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് വരയ്ക്കുക കേട്ടോ. ഇലയാണ് ഞാൻ തക്കാളി കളർ കൊടുത്തോണ്ടിരിക്കുക. 2 മിനിറ്റ് 50 സെക്കൻഡ് മാറ്റി. ഈ റെഡിന്റെ കളർ വേറെ റെഡ് ഉണ്ടോ? വേറെ റെഡ്. Last 23 seconds. Last 15 seconds. സീരിയസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ ആർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 3 പിസ കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. 4 3 2 ശരിയായില്ല. ഇങ്ങനെയൊക്കെയാ പിസ്സ ഉള്ളത്. ഇതാണ് ഗൈസ് പിസ്സ. ജിലേബി പോലെ ഓറഞ്ച് കളർ. അതെ അതെ, ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ടാണ് പോയിട്ടുള്ളത്. ഒന്നും പറയാനില്ല, എന്റെ മൊത്തം കളായി പോയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എന്റെ സ്വീറ്റ് കേക്ക് പോലെ ഉണ്ട്, ചെറിയ കേക്ക് പോലെ ഉണ്ട്. അപ്പൊ അനക്ക് പിസ്സ വേണ്ടിയിട്ടില്ല. ലാർജ് അല്ല മീഡിയം? മീഡിയം പിസ്സ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എല്ലാ ടോപ്പിംഗ്സും ഉള്ള ടൈപ്പ് പിസ്സ. ഏകദേശം ഡോമിനോസിന്റെ ഒരു സംഭവം ഡോമിനോസിൽ കിട്ടും. കിട്ടും. അത് വാങ്ങിക്കാം. 3 ഓക്കെ അല്ലേ? ഇത് വളരെ ഇതായിട്ടുള്ള ഒരു സംഭവം. അത്ര ടൈമിനുള്ളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. കാര്യയിൽ ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനുണ്ട്. അത് വെച്ചിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഫസ്റ്റ് കണ്ടപ്പോ, കാരണം വട്ടം വരച്ചത് ഇങ്ങനെയൊക്കെ അങ്ങനെ അത്രയല്ലേ ഉള്ളൂ. സംഭവം ഒരു ബുദ്ധി പ്രയോഗിച്ചാതിരുന്നു, ചെറുതാക്കി വരച്ചാതിരുന്നു. മതി. അല്ല, പക്ഷെ ആ മീഡിയം പിസ്സ എന്നൊക്കെ പറഞ്ഞ ഏകദേശം വരച്ചതാണ്. പക്ഷെ 3 പിസ മേടിച്ചെടുത്തോളാം. ഓക്കെ.
നീ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കിട്ടി. ഇനിയിപ്പോ അടുത്ത റൗണ്ട് വിടുവാ. ഒരു റൗണ്ട് കൂടി എടുത്തു. ഇനി എന്താണ് അങ്ങനെ നമ്മളെ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ എന്താ വരാൻ പോണേന്നുള്ളത് വലുത് എന്തോ ആണോ നോക്കാം. ഇതെന്തോ ചെറുതെന്തോ ആണത്. എനിക്കൊരു വാട്ടർ ബോട്ടിലിന്റെ ആവശ്യമുണ്ട്. പിക്ചർ എടുത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുകയല്ലേ. കളർ വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഇതിന്റെ മുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് റീഫിലുണ്ട് 12 AM 6 PM. അതൊന്നും പിന്നെ കുഴപ്പമില്ല. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടല്ലോ. അതൊന്നും നമുക്കൊന്ന് തുടങ്ങാം. 7 മിനിറ്റ് സമയം. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, എനിക്കൊരു സമാധാനം വരച്ചല്ലോ അല്ലേ. എന്നിട്ട് ലാസ്റ്റ് ഓടാം നമുക്ക്. ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡും അത്രയും റിലാക്സ് ആവണോ ഷാമി? ഇത് ഇങ്ങനെ എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. ഇവിടെ ചെറുതായിട്ടൊരു വര കൊടുക്കുന്നു. വീണ്ടും ഇങ്ങനെ വരയ്ക്കും. ഞാൻ ഇങ്ങനെ വരച്ച് ബോട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ പുറത്തേക്ക് ഞാനിത് ഗൈസ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സിമ്പിൾ ആയി പോയോ? ചെറുതായിട്ട്. അല്ലല്ല ടഫാ ഭയങ്കര ടഫാ. ബോട്ടിൽ മൂടിയൊക്കെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. കറക്റ്റ് ഇതാ എനിക്ക് കിട്ടാണ്ട് ഞാൻ പിന്നെയും മാറ്റി വരച്ചിട്ട്. 6 മിനിറ്റും 12 സെക്കൻഡ് ബാക്കി. ഓക്കെ, 1 മിനിറ്റ് ആവുന്നു. ഈ റൗണ്ടാണ് സമയം എല്ലാം ആണല്ലോ പോണേ. ശ്രീ പറഞ്ഞ പോലെ തന്നെ ശ്രീ ഞാൻ വീണ്ടും അയച്ച് അതല്ലേ ഞാൻ എത്ര പ്രാവശ്യം വായിച്ച് സീനാട്ടത്. ഷാമിന്റെ ലാഗ് കണ്ടിട്ട് വിളിക്ക് ഇത് വാങ്ങി തരുന്നത് അതുകൊണ്ട്. ടൗസിന് ബോട്ടിൽ കിടക്കട്ടെ. അതാ അവള് അറിഞ്ഞു പറഞ്ഞതാട്ടോ. വല്ലാതെ ട്രോള്. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ കൊറേ വായിച്ചിട്ടുണ്ട്. നോക്കട്ടെ. കറക്റ്റ് കളർ കിട്ടി. അയ്യോ, ഒരു പിങ്ക്. ഏതെങ്കിലും ഒരു പിങ്ക് എടുത്തോ. അയ്യോ, ഈ പിങ്ക് അല്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ലാസ്റ്റ് 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ്. പേടിച്ചോയി. ഞാൻ 30 സെക്കൻഡ്സ് ഒക്കെ വിചാരിച്ചത്. പഴയ പോലെ അല്ല. 5 മിനിറ്റ്സോ അത്ര ഉണ്ടല്ലേ. ഞാൻ ഈ പിങ്ക് എടുത്ത് ഗൈസ്. വല്ലാത്തൊരു പിങ്കാണ്, പക്ഷെ ഒന്നും കുഴപ്പമില്ല. മൂന്നും കൂടെ ഒരു കളർ ഇല്ലല്ലോ കിട്ടാൻ. അതെ, ഇതിൽ എനിക്ക് എന്ത് തോന്നുന്നു സല്ലു? ഇതിലേക്ക് ബോട്ടിൽ കിട്ടുന്നു തോന്നുന്നില്ല. അതന്നെ പറയാം. ആ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. 4 മിനിറ്റും 20 സെക്കൻഡ് ബാക്കി. ഇപ്പൊ 4 ഇത് 7 മിനിറ്റ് മതിയാവും തോന്നുന്നില്ല. ഗോൾഡൻ കളർ അതാണ് ഞാൻ കിട്ടി. പെണ്ണാണ് അത്. നോക്കട്ടെ, ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ടാ ഗൈസ് ഇവിടെ വരച്ചോണ്ടിരിക്കുന്നത്. ഞാനൊരു യെല്ലോ ഗോൾഡൻ കളറാണ് എടുത്തത്. കാരണം 5 ഗോൾഡൻ കളർ എടുത്തോണ്ട് ഇപ്പൊ അതിൽ വേറെ ഗോൾഡൻ എടുക്കാനില്ലല്ലോ. വേറെ അല്ല, വേറൊരു ഗോൾഡൻ. ഞാനിവിടെ ഈ ബ്ലാക്ക് ഈ ഒരു ലൈന് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. പെർഫെക്ഷൻ നിന്നോട്ടെ. അല്ലേ? അതന്നെ 3 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഞാനും മൂടിക്ക് ഗോൾഡൻ കളർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ലൊരു ഗോൾഡൻ കളർ, എനിക്ക് ഇഷ്ടമായി. കഴിഞ്ഞ ഞാൻ ഇതിന്റെ മുകളിലുള്ള റീഫിൽ എഴുതുകയാണ് കേട്ടോ. അങ്ങനെ ബോട്ടിൽ ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ റീഫില് 12 AM അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ എഴുതാൻ പോകട്ടെ. അതെ 2 PM 8 AM 2 PM 12 AM. 1 മിനിറ്റ് 25 സെക്കൻഡ് ബാക്കി. ശരി, ആയിക്കോട്ടെ. ഈ റൗണ്ട് ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയി പോയി. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നല്ലോ. ഷമീര് ബ്ലാക്ക് ഉണ്ടായിരുന്നോ? ബ്ലാക്ക് വരച്ച് കഴിഞ്ഞു എന്ന് ഈ ഞെട്ടോ. വലിയ ബോട്ടിലാ. വലിയ വെച്ചോ. ഞാൻ വരച്ച് കഴിഞ്ഞു. ഏകദേശം എന്തത് കഴിഞ്ഞു. ഏകദേശം അല്ല കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നുമില്ല. വേണം നോക്കിയിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ടച്ച് ആയിട്ടല്ലേ. അതെ, 45 സെക്കൻഡ് ബാക്കി. ഞാൻ ലാസ്റ്റ് ഉള്ളത് ഒന്ന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ എഴുതാണ് കേട്ടോ, സമയം ഉള്ളതുകൊണ്ട് എഴുതാണ്. 32 സെക്കൻഡ് ബാക്കി. ഞാൻ ചെറുതായിട്ടൊന്ന് ഷാഡോ ഒക്കെ കൊടുക്കണം കേട്ടോ. അതൊന്നും
അത്രയ്ക്ക് ആവശ്യമില്ല. അതെ അങ്ങോട്ടും കൂടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കൊളാവേ. ഇല്ല ഇതെന്തായാലും തെറ്റാണോ ഒരു ചാൻസും ഇല്ല. ഗൈസ് പല ഇതിലുള്ള ബോട്ടിലാണ് എല്ലാവരും വരച്ചിട്ടുള്ളത്. 8 7 3 2 കഴിഞ്ഞു. കിട്ടൂല അത്രയും ഉറപ്പാണ്. കാരണം ഞങ്ങൾ അത്രയും പെർഫെക്ഷനോടെയാണ് ഓരോ ബോട്ടിലുകളും ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരേ അളവിലുള്ള ബോട്ടിലാണ്. ഇതായിരുന്നു ഗൈസ് കിട്ടിയ ബോട്ടില്. ഇതാണ് ഞാൻ വരച്ച ബോട്ടില്. ഇതാണ് എനിക്ക് കിട്ടിയ ബോട്ടില്, ഞാൻ വരച്ച ബോട്ടിൽ. ഇതാണ് ഞാൻ വരച്ച ബോട്ടില്, ഇതെനിക്ക് കിട്ടിയ ബോട്ടിൽ. ഇതിലെന്ത് പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ ബോട്ടിൽ കരഞ്ഞൂടെ, ഒന്ന് സങ്കടപ്പെട്ടൂടാണ്. കുഴപ്പമില്ല. 3 പിസ്സ കിട്ടിയിട്ടുണ്ട്, 2 ബക്കറ്റ് KFC കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള മാത്രം എനിക്ക് കിട്ടിയുള്ളൂ. അതെ, ആർസിക്കാർ ആഗ്രഹത്തിന് കൊണ്ട് വെച്ചിട്ട് ശാസ്ത്രിക്കാർ കിട്ടിയില്ല. സാരല്ല കേട്ടോ, നമുക്ക് അടുത്ത ചാലഞ്ച് ഇല്ല. അടുത്ത ചാലഞ്ചിന് ഈ വേണമെങ്കിൽ ഐഫോണോ പിന്നെ ഈ PS5 അങ്ങനെ സാധനമൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് വയ്യ, വെറുതെ സാധനമൊക്കെ വാങ്ങിച്ചാ സാധനം വാങ്ങിച്ചരാലോ. സാധനം വാങ്ങിച്ചരാം. ഇന്നത്തെ ഭയങ്കര ലേറ്റ് ആയി, കടയൊക്കെ പൂട്ടിപ്പോയി. അതെ, നാളെ എല്ലാം കിട്ടണ്ടേ, സാധനം KFC ഒക്കെ വേണ്ടേ, അതാണ്. അപ്പൊ അതുകൊണ്ട് വേണം രാവിലെ എന്തായാലും മേടിച്ചരാം.